3 ദിവസങ്ങളിലായി നടന്നുവന്ന കായംകുളം നഗരസഭാ കേരളോത്സവം 2024 സമാപിച്ചു. സമാപന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു. കായംകുളം നഗരസഭയുടെ കേരളോത്സവം 2024 വിപുലമായ പരിപാടികളോടെ ഡിസംബർ 18, 19, 20 തീയതികളിലായി വിവിധ വേദികളിലായാണ് സംഘടിപ്പിച്ചത്. യുവജനങ്ങളുടെ സർഗാത്മകവും കായികവുമായ കഴിവുകളെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കേരളോത്സവം സംഘടിപ്പിച്ചത്. കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്ന കേരളോത്സവം വൻ വിജയമായിരുന്നു. കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളന യോഗം ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു. അത് വളരെ വാശിയേറിയ മത്സരങ്ങളായിരുന്നു നമുക്ക് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നത്. എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെയാണ്. വളരെയേറെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ജയിച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ ഒറ്റ കാര്യമുള്ളൂ, കായംകുളത്തിൻ്റെ പേരും പ്രശസ്തിയും സംസ്ഥാന കേരളോത്സവത്തിലും ഉണ്ടാകണം. കാരണം ഇവിടുന്ന് പോകുന്ന എല്ലാ മത്സരാർത്ഥികളും ഇപ്പോൾ ജില്ലാ കേരളോത്സവം നടക്കാൻ പോവുകയാണ്. ഈ മാസം അവസാനം തന്നെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് പ്രൈസ് വാങ്ങിച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കേരളോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് കായംകുളത്തിൻ്റെ പ്രശസ്തി ഓടുകൂടി തന്നെ വരണം. നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് അധ്യക്ഷത വഹിച്ചു. വിവിധ കലാപരിപാടികളോടെ നടന്ന സമാപന സമ്മേളനത്തിൽ കേരളോത്സവത്തിന് മികച്ച വിജയം കരസ്ഥമാക്കിയ നിരവധി യുവാക്കൾക്ക് മൊമെന്റോയും സർട്ടിഫിക്കറ്റുകളും ചെയർപേഴ്സൺ പി ശശികല വിതരണം ചെയ്തു. സമാപന സമ്മേളന യോഗത്തിൽ റിസപ്ഷൻ കമ്മിറ്റി ചെയർമാൻ റെജി മാവനാൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മായാദേവി, ഫർസാന ഹബീബ്, പി എസ് സുൾഫീഖർ, വർക്കിംഗ് കമ്മിറ്റി ചെയർമാൻ അഖിൽ കുമാർ, വിവിധ സബ് കമ്മിറ്റി ചെയർമാൻമാരായ ഷെമിമോൾ, ഗംഗാദേവി, രഞ്ജിതം, നഗരസഭാ കൗൺസിലർമാരായ അമ്പിളി ഹരികുമാർ, ബിനു അശോക്, ഷീബ ഷാനവാസ്, നഗരസഭാ ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ, വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.